Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. മദ്യനയത്തിൽ അന്തിമ തീരുമാനം UDF എടുക്കുമെന്നും യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ പാർട്ടി നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും വ്യക്തമാക്കി OJ ജനീഷ്. അതിനകത്ത് അന്തിമ തീരുമാനം എടുക്കേണ്ടത് UDF ആണ്. മദ്യനയം തീരുമാനിക്കേണ്ടത് UDF ആണ്. അത് മുഖ്യമന്ത്രി തന്നെ വളരെ കൃത്യമായി തന്നെ നിയമസഭയിൽ പറഞ്ഞതുമാണ്. UDF ആലോചിച്ചതിന് ശേഷം ആ വിഷയത്തെ സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുന്നത്. ഈ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന തീരുമാനം ഉണ്ടായിരുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. 29 ബാറിൽ നിന്ന് 700 പരം ബാറുകളുടെ എണ്ണത്തിലേക്ക് ഈ സംസ്ഥാനത്തെ നയിച്ചത് LDF സർക്കാരാണ്. നികുതിയിൽ കുറവ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട കത്ത് പോലും ആദ്യം കൊടുത്തത് MV ഗോവിന്ദ മാഷാണ്. അദ്ദേഹമാണ് ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കത്ത് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഏത് സമയത്താണെന്ന് ആലോചിക്കണം, എത്ര കാലം മുമ്പാണെന്ന് ആലോചിക്കണം. ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 2021 മുതലൊക്കെ തന്നെ തുടങ്ങിയിരുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നികുതി കുറഞ്ഞുകൊണ്ടിരുന്നത്. ആ സർക്കാർ തന്നെയാണ് വിദേശ മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നത്. ഇവിടെ ഞങ്ങളുടെ പുതിയ മദ്യനയം തീരുമാനിക്കപ്പെട്ടിട്ടില്ല. നികുതിയുടെ പ്രപ്പോസൽ മാത്രമാണ് വന്നിട്ടുള്ളത്. അത് UDF ആലോചിച്ചതിന് ശേഷം തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. UDF ആലോചിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകൾ UDF ആലോചിച്ച് അത് നടപ്പാക്കേണ്ടതാണെന്ന് തീരുമാനിച്ച് നടപ്പാക്കേണ്ടെന്ന് തീരുമാനിച്ച് നടപ്പാക്കില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് UDF വിശദമായ ചർച്ച ഉണ്ടാകും. അതുപോലെ തന്നെ പാർട്ടിക്കകത്തും ചർച്ച ഉണ്ടായതിനു ശേഷം മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കും. മദ്യനയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് UDF ആണെന്ന് OJ ജനീഷ് വ്യക്തമാക്കി. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജനങ്ങളെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന നിലപാടാണ് LDF സ്വീകരിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിലവിൽ നികുതിയുടെ പ്രപ്പോസൽ മാത്രമാണ് വന്നിട്ടുള്ളതെന്നും VM സുധീരന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്നും അന്തിമ നയം മുന്നണി തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത്. താൻ പെട്ടെന്ന് വന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ ആളല്ലെന്നും ഒരു മണ്ഡലം പിടിച്ചെടുക്കാൻ പാർട്ടി അവസരം നൽകിയപ്പോൾ അത് ജയിച്ചു കാണിച്ചെന്നും മന്ത്രിയായി പ്രവർത്തിക്കാൻ പാർട്ടി നൽകിയ അവസരം കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡി ക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചെലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡി ക്ലിനിക്, മായന്നൂർ.